വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതോടെ നിയമസഭയിലെ ചർച്ചകൾക്ക് ഇന്ന് ചൂടുപിടിച്ചു. ഇന്ധനവില കുതിച്ചുയർന്നിട്ടും സംസ്ഥാന സർക്കാർ കൂട്ടിയ സെസ് കുറയ്ക്കാത്തത് എന്തെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി.ഡി. സതീശൻ ആവശ്യപ്പെട്ട കാര്യം ഇപ്പോൾ നടപ്പാക്കുന്നില്ലേ എന്നാണ് ചോദ്യം. എന്നാൽ വില വർധനയിലൂടെ കിട്ടുന്ന അധിക വരുമാനം വേണ്ടെന്ന് വെക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി തള്ളി. സഭയ്ക്കകത്ത് ഭരണ പ്രതിപക്ഷ പോരും മുറുകുമ്പോഴും വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നത് നമ്മൾ സാധാരണക്കാരാണ്. അതുകൊണ്ട് ജനങ്ങളോട് തന്നെ ചോദിക്കാം, ഇന്ധനവില വർധനയിലൂടെ കിട്ടുന്ന അധിക വരുമാനം സർക്കാർ വേണ്ടെന്ന് വെക്കണ്ടേ? കൂട്ടിയ ഇന്ധനവിലയിലൂടെ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്ന അധിക വരുമാനം ഒഴിവാക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തള്ളിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. സർക്കാരിന് തന്നെ ഇവിടെ നിലനിൽപ്പില്ല, പിന്നെയാണ് ഇനിയിപ്പോൾ അത് കുറച്ചിട്ട് ഇനി ഇതാക്കാൻ പോകുന്നത്. സർക്കാർ എങ്ങനെ പോകണമെന്ന് അവർക്ക് ഒരു നിശ്ചയമില്ല. എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ പെട്രോളിനും വില കൂടി, ഡീസലിനും വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഓടിക്കഴിഞ്ഞാൽ ബാലൻസ് ഒന്നും ഉണ്ടായില്ല. ഈ ഡീസലടി മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് കിട്ടിയാൽ നല്ലതായിരിക്കും എല്ലാവർക്കും. ഇത് അവർ കുറയ്ക്കൂല, കാരണം അവരെ സുഖ സൗകര്യങ്ങൾ കുറയും. ഭരിക്കുന്നവരുടെ സുഖ സൗകര്യങ്ങൾ കുറയും. കാരണം അവർ പോകുന്ന കാറിലും അവരുടെ സൗകര്യങ്ങളും എല്ലാം എല്ലാത്തിനും ബാധിക്കും. അവരെ പാർട്ടി ഫണ്ട് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അവർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുള്ളൂ. അതിപ്പോൾ ഏത് സർക്കാർ ഭരിക്കുകയാണെങ്കിലും കോർപ്പറേറ്റുകളാണ് ആശ്രയിക്കുന്നത്. സർക്കാരിൻ്റെ നികുതി കുറച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം അതെല്ലാം പൊതുജനങ്ങൾക്കും കൂടി ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് എൻ്റെ അഭിപ്രായത്തിൽ കുറയ്ക്കണമായിരിക്കും നല്ലത്. ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്. ജനങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും? അതാണ് ജനങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ട് സർക്കാരിൻ്റെ ആയിട്ട് കാര്യമില്ല. ജനങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു സർക്കാർ നമുക്ക് ആവശ്യം. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ നല്ല രീതിയിലുണ്ടെങ്കിൽ മാത്രമേ ഇനി ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇന്ധനവില കൂടുമ്പം അതിനനുസരിച്ച് ടാക്സ് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും രണ്ടുപേരും കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ സാധാരണ സമൂഹത്തിന് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റും. ഇന്ധനവില കൂടുമ്പോൾ എല്ലാ സാധനത്തിനും വില കൂടും. സർക്കാരിൻ്റെതായ കുറച്ച് മാനദണ്ഡങ്ങളെല്ലാം നോക്കണമല്ലോ. അപ്പോൾ അതനുസരിച്ച് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് വേണ്ടതാണ്. കേരളം ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നികുതി കേരള ഗവൺമെൻറ് എന്തെങ്കിലും കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുന്നുള്ളൂ. അത് കുറയ്ക്കണം. നികുതി കുറച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം. ഇനിയിപ്പം ഞങ്ങളെ പോലുള്ള സാധാരണ പണിക്കാരും കൂലി കൂട്ടാതെ ഒരു മാർഗവുമില്ല. അതിന് ഇളവ് വരുത്തണം തീർച്ചയായിട്ടും. ജനങ്ങൾ പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടേ? പൈസക്കാർ മാത്രമല്ലല്ലോ നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവരും ഇല്ലേ? നമ്മുടെ ഭരണകർത്താക്കളോട് പറയാനുള്ളത് മാക്സിമം പാവപ്പെട്ടവരെ കൂടി മനസ്സിലാക്കുക. കേന്ദ്ര സർക്കാരിനും കൂടി എടുക്കാൻ പറ്റുന്ന തീരുമാനമാണ്. കേരള സർക്കാരിന് തുച്ഛമായൊരു ഇതല്ലോ അതിൽ കിട്ടുന്നത്. ഇന്ധനവില വർധനവിലൂടെ സർക്കാരിന് അധിക വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിലും അത് ബാധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെ തന്നെയാണ്. ജനങ്ങൾ പ്രതികരിക്കുന്നതനുസരിച്ച് ഈ വില വർധനവ് ഇവരെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്നു. സർക്കാരിന് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഈ അധിക വരുമാനം തൽക്കാലത്തേക്കെങ്കിലും വേണ്ടെന്ന് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ഇളവ് വരുത്തുകയോ വേണമെന്ന് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം.